ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ ബ്ലിറ്റ്സ്. ഫ്രോങ്സ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി വാങ്ങുന്ന മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഈ വർഷം ഉടനെ തന്നെ ഫ്രോങ്സിൻ്റെ ഫേസ് ലിഫ്റ്റഡ് മോഡൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഈ കറൻറ്റ് മാർക്കറ്റ് വാല്യൂലുള്ള പ്രൈസ് കൊടുത്ത് ഈ വണ്ടി വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും നഷ്ടമായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള പുതിയ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടി നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. കാരണം ഫ്രോങ്സ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇന്നേ വരെ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടൊരു ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷനോ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആഫ്റ്റർ 2 years ഒരു വണ്ടി അവർ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ന്യൂ ഫീച്ചേഴ്സും ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ഇനി പുതിയ ഫ്രോങ്സ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഫ്രോങ്സ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ വണ്ടിയിലേക്ക് പോകുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്ക് അത് പറയാൻ പോകുന്നത് പുതിയ ഫ്രോങ്സിൽ വരാൻ സാധ്യതയുള്ള 5 ഫീച്ചേഴ്സ് ആയിരിക്കും. ഒന്നാമതായിട്ട് ഡിസൈൻ ചേഞ്ച് തന്നെയാണ്. വണ്ടിയുടെ ലുക്സിൽ നല്ല രീതിയിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഫ്രോങ്സ് ഇനി വരാൻ പോകുന്ന അത്യാവശ്യം നല്ല സ്പോട്ടി ആയിട്ടുള്ളൊരു ഡിസൈനിലായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ളൊരു ഡിസൈനിലാണെന്നാണ് സ്പൈ ഷോട്ട്സിലൊക്കെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് സൺറൂഫാണ് വരാൻ പോകുന്നത്. ഫ്രോങ്സിൻ്റെ ഇതുവരെയുള്ള ഒരു മോഡൽസിലും സൺറൂഫ് അവൈലബിൾ അല്ലായിരുന്നു. സോ ഇനി വരുന്ന മോഡൽസിൽ അറ്റ്ലീസ്റ്റ് ഇത് ടോപ്പ് വേരിയൻസിലെങ്കിലും സൺറൂഫ്സ് അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. മൂന്നാമതായിട്ടൊരു ന്യൂ എഞ്ചിനാണ്. മാരുതി അനൗൺസ് ചെയ്ത പോലെ തന്നെ 1.2 ലിറ്ററിൻ്റെ ഒരു ന്യൂ ഹൈബ്രിഡ് എഞ്ചിനാണ് വരാൻ പോകുന്നത്. മാരുതി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള HEV കോഡ് നെയിംഡ് എഞ്ചിനാണ് വരുന്നത്. ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 to 40 കിലോമീറ്റർ മൈലേജ് വരെ തരാൻ സാധിക്കുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിനാണെന്നാണ് അവകാശപ്പെടുന്നത്. അത്രയും കിട്ടിയില്ലെങ്കിൽ ഒരു 30 to 35 ഇടയിൽ കിട്ടിയാൽ തന്നെ നല്ലൊരു ഡീസൻറ്റ് മൈലേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു സീരീസ് ഹൈബ്രിഡ് വാഹനമായിരിക്കും. നമുക്കറിയാം സീരീസും ഉണ്ട്, പാരലൽ ഹൈബ്രിഡ് വാഹനവും ഉണ്ട്. അപ്പോൾ ഇതൊരു സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ കാറ്റഗറി വരുന്ന വണ്ടിയായിരിക്കും. സ്വിഫ്റ്റ്, ബലീനോ, വിറ്റാറ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ എഞ്ചിൻ ഈ ടെക് യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ അവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നാലാമതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ADAS ഫീച്ചറാണ്. അറ്റ്ലീസ്റ്റ് ലെവൽ 1 ADAS എങ്കിലും വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യം ഇത് വിറ്റാറയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇവഞ്ച്വലി ആയിരിക്കും ഫ്രോങ്സ് മറ്റു വാഹനങ്ങളിലേക്കൊക്കെ മാരുതി ഇത് അപ്ഗ്രേഡ് ചെയ്യുക. അഞ്ചാമതായിട്ട് വരുന്നത് ഒരുപാട് ന്യൂ ഫീച്ചേഴ്സാണ്. നമ്മൾ ഫ്രോങ്സിൻ്റെ അകത്ത് ടോപ്പ് വേരിയൻസിലേക്ക് പോയാൽ തന്നെ ഇലക്ട്രോണിക്സും അങ്ങനെ മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ച് അപാകത നമുക്ക് ഫീൽ ചെയ്യും ആ കൊടുക്കുന്ന പൈസയ്ക്ക്. പക്ഷേ ഇനി വരുന്ന വണ്ടിക്കകത്ത് ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. വയർലെസ് ചാർജിങ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരെയും പോലെ ഞാനും പുതിയ ഫ്രോങ്സ് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ചാനലിൽ ഇനി അടുത്ത് വരാൻ പോകുന്നത് 2 years യൂസ് ചെയ്തിട്ടുള്ള കറൻറ്റ് ഫ്രോങ്സിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പണികളും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സും ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ അകത്തുള്ള കുറച്ച് കറക്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.